السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും എപ്പോഴും എവിടെയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാനിന്റെ മാധുര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരല്പനേരം നിങ്ങളുമായി സംവദിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും സഹിഹായി വന്നിട്ടുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ അവൻ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കും എന്നാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അവന് മറ്റെന്തിനേക്കാളുമേറെ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. മൂന്നാമത്തെ കാര്യം, അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നത്, അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നത് എപ്രകാരം അവൻ വെറുക്കുന്നുവോ അപ്രകാരം അവൻ വെറുക്കുക. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഹലാവത്തുൽ ഈമാൻ ആസ്വദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താണ് ഈ 3 കാര്യങ്ങൾ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മറ്റെന്തിനേക്കാളുമേറെ അവന് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാവുക എന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് വിശ്വാസികളോടാണ്. അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. അതിന്റെ തൊട്ട് താഴെയുള്ള ആയത്തിലാണ് അല്ലാഹു ഇത് പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? ഖുൽ ഇൻ കാന, നിങ്ങൾക്കായി തീർന്നാൽ, റസൂലെ പറയുക, നിങ്ങൾക്കാണെങ്കിൽ, എന്താണെങ്കിൽ, ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചു വെച്ച നിങ്ങളുടെ സമ്പാദ്യം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ, നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറയാൻ, ഈ കാര്യങ്ങൾ ആയിത്തീരുകയാണെങ്കിൽ അഹബ്ബ ഇലൈക്കും, നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടത് ഏതിനേക്കാൾ, മിനല്ലാഹി വ റസൂലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ടതായി ഈ കാര്യങ്ങൾ നിങ്ങളിൽ മാറുകയാണെങ്കിൽ, വ ജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും സമരത്തെക്കാളും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി മാറുകയാണെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് വരെ. ഇത് വ്യക്തമായ ഒരു താക്കീതാണ്. ഈ ആയത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് ഈ ദുനിയാവിൽ ഇപ്പൊ ഇതിൽ പറയപ്പെടാത്തൊരു കാര്യം ദുനിയാവിലില്ല.
എന്തൊക്കെ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഉണ്ടാവുമോ ആ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആയത്തിലൂടെ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിലൂടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുകളിലേക്ക് വരാൻ പാടില്ല. അതെല്ലാം സെക്കൻഡറി കൺസിഡറേഷൻ മാത്രം നൽകപ്പെടേണ്ട കാര്യങ്ങളാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാവത്തുൽ ഈമാൻ അനുഭവിക്കാൻ ഒരാൾ യോഗ്യനാകണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ യോഗ്യതയുടെ ഒന്നാമത്തെ കാര്യവും അത് തന്നെയാണ്, അള്ളാഹുവും റസൂലും എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടതായിരിക്കുക. രണ്ടാമത്തെ വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദുനിയാവിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. എങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക? അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എങ്ങനെയാണ്? അതിൽ വളരെ വ്യക്തമായി പറയാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഒരാളുടെ നമുക്ക് ഇഷ്ടം തോന്നുക. അതായത് 5 വക്ത് കൃത്യമായി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന മനുഷ്യൻ, സുന്നത്തുകൾ അധികരിപ്പിക്കുന്ന മനുഷ്യൻ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യനെ കാണുമ്പോൾ അയാളോട് നമുക്ക് സ്നേഹം തോന്നാൻ എന്ത് കണ്ടിട്ടാണ് സ്നേഹം തോന്നുന്നത്? അയാളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അയാളുടെ കുടുംബ ബന്ധം കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യം കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല, കച്ചവടം കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല. മറിച്ച് അയാൾ കൃത്യമായി അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഈമാനിന്റെ വലിയൊരു ദർജയാണ്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് അപൂർവ ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതായത് ഒരാൾ കൃത്യമായി നിസ്കരിക്കുമ്പോൾ അയാളുടെ നമുക്കൊരു സ്നേഹം തോന്നാം, ഒരാൾ ഖുർആൻ അധികമായിട്ട് ഓതുന്നത് കാണുമ്പോൾ അയാളുടെ നമുക്കൊരു സ്നേഹം തോന്നാം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ, അതേപോലെ തന്നെ ഹറാമ് ചെയ്യുമ്പോൾ അവരോട് നമുക്ക് വെറുപ്പ് തോന്നാം. ഒരാള് അള്ളാഹുവിന് ഇപ്പം സാധാരണഗതിയിൽ കള്ളു കുടിക്കുന്ന ആളോട് നമുക്ക് വെറുപ്പുണ്ട്. ആ വെറുപ്പിന്റെ കാരണം എന്താണ്? അയാൾ അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നു എന്നതല്ല. ആ വെറുപ്പിന്റെ കാരണം അയാൾ കള്ളുകുടിച്ച് സമൂഹത്തിൽ ഇടങ്ങാറുണ്ടാക്കുന്നു എന്നതാണ്. അയാൾക്ക് സംസ്കാരം ഉണ്ടാവില്ല എന്നതാണ്. അയാൾ നമ്മളെ കാണുമ്പോൾ തെറി വിളിക്കും, സ്ത്രീകളും അയാളുടെ അടുത്തോടെ നടന്നു പോകാൻ കഴിയില്ല എന്നതൊക്കെ ആയിരിക്കും കാരണം. പക്ഷേ അയാൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നു എന്ന ചിന്തയോടുകൂടി നമ്മുടെ മനസ്സിൽ വെറുപ്പ് വരുന്നുണ്ടെങ്കിൽ നാം ഈമാനിന്റെ വലിയൊരു ദർജയിലാണുള്ളത്. ആ ഒരു അവസ്ഥ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഹലാവത്തുൽ ഈമാൻ അനുഭവിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം കുഫറിലേക്ക്, നിഷേധത്തിലേക്ക് തിരിച്ചു പോകുന്നത് തീയിലേക്ക് വീഴുന്നത് പോലെ വെറുക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഒരു അവസ്ഥ നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈമാനിന്റെ വില, ഹിദായത്തിന്റെ വില നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ഹിദായത്തിന്റെ വില, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ അവനെ ദലാലത്തിലാക്കാൻ ആരുമില്ല. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, ആരെങ്കിലും അള്ളാഹു നേർവഴിയിലാക്കിയാൽ അവനെ വഴിതെറ്റിക്കാൻ ആരുമില്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, ആരെങ്കിലും അവൻ വഴിതെറ്റിച്ചാൽ അവനെ നേർവഴിയിലാക്കാനും ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുസ്ലിം ആവുക എന്നത്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. സ്വർഗത്തിലെത്തുമ്പോ സ്വർഗവാസികൾ അവിടെ വെച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അത് സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്താ അവർ പറയുന്നത്? വഖാലു അൽഹംദുലില്ലാഹ്, അവർ പറയുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. എങ്ങനെയുള്ള അല്ലാഹുവിന്? അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിലേക്ക് ഞങ്ങളെ വഴി കാണിച്ചു തന്ന ഞങ്ങളുടെ റബ്ബിന് സ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് നിർമാർഗം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ നിർമാർഗത്തിൽ എത്തിച്ചേരുമായിരുന്നില്ല എന്ന് പറയുന്നതായി സ്വർഗവാസികളെ കുറിച്ച് സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഹിദായത്ത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന് കിട്ടാത്ത ഹിദായത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഹിദായത്ത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഹിദായത്ത്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളർത്തു പിതാവായ ഫിറഔന് കിട്ടാത്ത ഹിദായത്ത്. ഈ ഹിദായത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബാല്യകാലം തൊട്ട് നുബൂവത്ത് കഴിഞ്ഞിട്ടും പിന്നീട് ഒരുപാട് കാലവും ശക്തമായി സംരക്ഷിച്ച, പ്രവാചകന് വേണ്ടി ജീവിച്ച, പ്രവാചകന് വേണ്ടി കരഞ്ഞ, പ്രവാചകന് വേണ്ടി സന്തോഷിച്ച അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടാത്ത ഹിദായത്ത്. ആ ഹിദായത്തിന്റെ വിലയും ആ ഹിദായത്തിന്റെ സൗരഭ്യവും നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ലഭിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോകുക എന്നാൽ തീയിലേക്ക് വീഴുന്നതിനേക്കാൾ ഭീകരമായി നമുക്ക് അനുഭവപ്പെടും. എപ്പോഴാണ് അത് അനുഭവപ്പെടുക? ഹിദായത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. നമ്മൾ പല ആളുകളും, ഭൂരിപക്ഷം ആളുകളും
ജന്മം കൊണ്ട് മുസ്ലിമായവരാണ്. എന്റെ ഉമ്മയും ഉപ്പയും മുസ്ലിമായി, അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നതിനപ്പുറം ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ആ ഒരു ഈമാനിന്റെ ഹലാവത്തിലേക്ക് എത്താനും നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഞാൻ ഒരു കാഫിറായ ഉമ്മക്കും വാപ്പക്കും ജനിച്ചയാളാണെങ്കിൽ ഞാൻ ആ രീതിയിൽ തന്നെ ജീവിച്ചു മരിച്ചു പോകുമായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും യുക്തിവാദികളായ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചയാളാണെങ്കിൽ ആ രീതിയിൽ ഞാൻ ജീവിച്ചു മരിച്ചു പോകുമോ? ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരു സത്യാന്വേഷി ഉണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സത്യാന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഹിദായത്തിന്റെ വിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ആ ഹിദായത്തിന്റെ വിലയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് ഒരു കാര്യത്തിന്റെ വില അറിയുമ്പോഴാണ് നമുക്ക് ആ കാര്യത്തിനെ ആസ്വദിക്കാൻ കഴിയുക. തീർച്ചയായും എപ്പോഴാണ്, അതായത് ഒരു വർഷം മുഴുവൻ തലവേദന കൊണ്ട് പ്രയാസപ്പെട്ട് ഒരാൾ ആ വർഷം കഴിഞ്ഞപ്പോൾ അള്ളാഹു അയാളുടെ തലവേദന മാറ്റാൻ അയാൾ ശരിക്കും സുഖം അനുഭവിക്കും. ജീവിതത്തിൽ ഇന്ന് വരെ തലവേദന ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തലവേദന ഇല്ലാത്ത അവസ്ഥ ആസ്വദിക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം തലവേദന ഇല്ലാത്ത അവസ്ഥയുടെ വില അയാൾക്കറിയില്ല. അതുപോലെ തന്നെയാണ് എല്ലാ സംഗതികളും. നമുക്കൊരു കാര്യത്തിന്റെ വില, ഒരു അവസ്ഥയുടെ വില അറിയുമ്പോഴാണ്. രണ്ട് കാലിൽ നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതൊരു പ്രത്യേകതയായി തോന്നില്ല. പക്ഷെ രണ്ട് കാലിന്റെയും സ്വാധീനം നഷ്ടപ്പെട്ട് ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ ആളുകളുടെ തോളത്ത് താങ്ങി പോകേണ്ട അവസ്ഥ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ട് കാൽ അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ അത് നന്നായി ആസ്വദിക്കും. കാരണം രണ്ട് കാലും ഇല്ലാത്തൊരവസ്ഥ അയാൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസം അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാലിന്റെ വില എന്താണെന്ന് അയാൾക്കറിയാം. അതുപോലെ നമുക്ക് ലഭിച്ച ഈ ഈമാനിന്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ ഈമാനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ ഹലാവത്ത് അനുഭവിക്കാൻ നമുക്ക് കഴിയുക, അതിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുക. ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.